ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എങ്ങനെ കുക്കറൊന്നുമില്ലാതെ ഒരു ഈസി ആയിട്ട് ഒരു മന്തി എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ കഴുകി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ് എടുത്തത്. ഏകദേശം ഒരു 10 പീസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ് ചെറുതായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് കുറവുണ്ടെങ്കിൽ അവസാനം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചിക്കൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പാക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടി 1 മണിക്കൂർ നേരം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റി ഒരു 20 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി മന്തിയുടെ റൈസ് തയ്യാറാക്കി മൂടി വെച്ച് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്, 2 ഉണക്കനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ മണി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരി ഇട്ട് കൊടുക്കുക. അരി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചതാണ്. അരി ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. നെയ്ച്ചോറിൻ്റെ അരി വേവിക്കുന്നതിൻ്റെ അത്ര നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 90% വേവാകുമ്പോൾ ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ബാക്കി ദമ്മിടുന്ന സമയത്ത് വെന്ത് വരും കേട്ടോ. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചോറിന് മുകളിലായിട്ട് ഒരു 10 പച്ചമുളകോളം ഞാൻ ഇവിടെ കുത്തി വെക്കുന്നുണ്ട്. മന്തിയുടെ റൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്മോക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് കനലിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലുള്ള പുകയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കുക. മൂടി വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ദമ്മ് പൊട്ടിക്കാം. ഈ ചോറിൽ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ദം ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് കളർ ചേർത്താൽ മതി കേട്ടോ. ഇനി ഈ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബായ്.